ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഫിജിയിലെത്തി. വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ തെരച്ചിൽ ഊർജിതം. തെരച്ചിൽ പുരോഗതി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഓൺലൈനായി യോഗം ചേർന്നു. ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിലെ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നാളെ വയനാട്ടിലെത്തും. പാരീസ് ഒളിമ്പിക്സിലെ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ വെങ്കല മെഡൽ ലക്ഷ്യമിട്ട് ലക്ഷ്യ സെൻ ഇന്നിറങ്ങും. ടേബിൾ ടെന്നീസ്, ഗുസ്തി മത്സരങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മാറ്റുരയ്ക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ നഷ്ടം. സെൻസെക്സിലും നിഫ്റ്റിയിലും ഇടിവ്. തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഫിജിയിലെത്തി. ഫിജി, ന്യൂസിലാൻഡ്, തിമോർ ലെസ്തെ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ഫിജി തലസ്ഥാനമായ സുവയിൽ ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീമതി മുർമു ഫിജിയൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ന്യൂസിലാൻഡിലെത്തുന്ന രാഷ്ട്രപതി വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കും. വെല്ലിംഗ്ടണിൽ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനത്തെയും ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹവുമായി രാഷ്ട്രപതി സംവദിക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ തിമോർ ലെസ്തയിലെത്തുന്ന ശ്രീമതി ദ്രൗപദി മുർമു തലസ്ഥാന നഗരമായ ഡിലിയിൽ ഉഭയകക്ഷി യോഗങ്ങളിൽ പങ്കെടുക്കുകയും തിമോറിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. നടപ്പു സാമ്പത്തിക വർഷത്തേക്കുള്ള ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ ഗ്രാന്റുകൾ സംബന്ധിച്ച് ഇന്ന് ലോക്സഭയിൽ ചർച്ച നടക്കും. പട്ടികവർഗ പ്രാതിനിധ്യത്തിന്റെ പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട ബില്ല് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. എണ്ണപ്പാടങ്ങൾ സംബന്ധിച്ച ഭേദഗതി ബിൽ, കൃഷി മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവ രാജ്യസഭയിലും നടക്കുന്നുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് കാണാതായവർക്കായുള്ള തെരച്ചിൽ 7ാം ദിവസത്തിലേക്ക് കടന്നു. ചാലിയാറിന്റെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്നു മുതൽ 1500 പേർക്ക് മാത്രമാണ് ബെയിലി പാലം കടന്ന് ചൂരൽമലയിലേക്കും മുണ്ടക്കൈയിലേക്കും പ്രവേശനമുള്ളത്. കൂടുതൽ ആളുകൾ വരുന്നത് തെരച്ചിലിനും സന്നദ്ധ പ്രവർത്തനത്തിനും മറ്റും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പരിശോധന കാര്യക്ഷമമാക്കാൻ മീററ്റിൽ നിന്ന് കൂടുതൽ സൈനികരെയും പ്രത്യേക പരിശീലനം നേടിയ 4 നായകളെയും എത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. തെരച്ചിൽ പുരോഗതി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഓൺലൈനായി യോഗം ചേർന്നു. ദൌത്യത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. 7ാം ദിവസത്തെ ദൗത്യവും രാവിലെ തന്നെ ആരംഭിച്ചു. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. NDRFനും വിവിധ സേനാംഗങ്ങൾക്കും പുറമെ പ്രദേശവാസികളെയും ഉപയോഗിച്ചാണ് തിരച്ചിൽ കാര്യക്ഷമമാക്കുന്നത്. സൂചിപ്പാറയോട് ചേർന്നുള്ള വനമേഖലകളിലും ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ദുരന്തം വിതച്ച മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിവട്ടം, സ്കൂൾ റോഡ് എന്നിവ കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്തുന്നുണ്ട്. അതേസമയം ഇന്നലെ തിരച്ചിലായി പോയ 11 സംഘത്തെ പരപ്പൻപാറ ഭാഗത്ത് വെച്ച് കാണാതായി. ഇവർ സുരക്ഷിതമാണെന്നും ഇവരെ അല്പസമയത്തിനകം തന്നെ എയർലിഫ്റ്റ് ചെയ്യുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. വയനാട്ടിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണെന്ന് മന്ത്രി കെ രാജൻ. തിരിച്ചറിയാത്ത 31 മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളും ഇന്നുച്ചയ്ക്ക് പുത്തുമലയിൽ സംസ്കരിക്കുമെന്നും അദ്ദേഹം ചൂരൽമലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ബന്ധുക്കൾക്ക് മൃതദേഹം കാണാൻ ഉച്ചവരെ അവസരമുണ്ടാകും. ചാലിയാറിൽ കൂടുതൽ ആഴത്തിൽ പരിശോധന നടത്തുമെന്നും ഇതിനായി വനംവകുപ്പിന്റെയും NDRFന്റെയും സഹായം തേടുമെന്നും മന്ത്രി അറിയിച്ചു. ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കായി കൃത്യസമയത്ത് ഭക്ഷണം എത്തിക്കാൻ ഡ്രോൺ സംവിധാനം ഉപയോഗപ്പെടുത്തി. ഒരേ സമയം ബാസ്ക്കറ്റിൽ 10 പേർക്കുള്ള ഭക്ഷണപ്പൊതികൾ വഹിക്കാൻ കഴിയുന്ന ആധുനിക ഡ്രോണുകളാണ് ഉപയോഗിച്ചത്. ദുരന്ത മേഖലയിൽ ഹിറ്റാച്ചി, JCB തുടങ്ങിയ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നവർക്ക് ഇത്തരത്തിൽ ഭക്ഷണം നേരിട്ട് എത്തിച്ചു നൽകി. വാഹനങ്ങളിലും രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം എത്തിക്കുന്നുണ്ട്. വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിലെ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നാളെ വയനാട് സന്ദർശിക്കും. ഇത് സംബന്ധിച്ച് കൽപ്പറ്റയിൽ നാളെ രാവിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളും സ്കൂൾ അധികൃതരും PTA പ്രതിനിധികളും പങ്കെടുക്കുന്ന യോഗം നടക്കും. ദുരന്തബാധിത മേഖലയിലെ വിദ്യാർത്ഥികൾക്കായുള്ള കർമ്മ പദ്ധതി യോഗം ചർച്ച ചെയ്യും. അതിനിടെ വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് പ്രവർത്തനം പുനരാരംഭിച്ചു.
ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നഷ്ടമായ രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു. SSLC +2 സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടതിന്റെ വിവരങ്ങൾ മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയം എന്നിവിടങ്ങളിൽ അറിയിക്കാം. ഇതിനായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയതായി വയനാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നേരത്തെ അറിയിച്ചിരുന്നു. വയനാട്ടിലെ ദുരന്തമുഖത്ത് രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ അറിയിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരടങ്ങിയ സംഘം ചൂരൽമലയിൽ സന്ദർശനം നടത്തി. ഒരു ഭിന്നതയും ഉണ്ടാകില്ലെന്നും എല്ലാ അർത്ഥത്തിലും ആശ്വാസം നൽകുകയാണ് ലക്ഷ്യമെന്നും ലീഗ് നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പാരീസ് ഒളിമ്പിക്സിലെ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ വെങ്കല മെഡൽ പോരാട്ടത്തിനായി ഇന്നിറങ്ങും. മലേഷ്യയുടെ ജിയ ലിയുമായാണ് ലക്ഷ്യ സെൻ ഇന്ന് ഏറ്റുമുട്ടുക. വനിതകളുടെ ടേബിൾ ടെന്നീസിൽ ക്വാർട്ടർ യോഗ്യതയ്ക്കായി ശ്രീജ അകുല, മണിക ബത്ര, അർച്ചന കാമത്ത് എന്നിവരടങ്ങുന്ന സംഘം ഇന്ന് റൊമാനിയൻ ടീമിനെ നേരിടും. ഗുസ്തിയിൽ വനിതകളുടെ 68 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ പ്രീ ക്വാർട്ടറിൽ നിഷ ദഹിയ ഇന്ന് മത്സരിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 2309 പോയിന്റ് ഇടിഞ്ഞ് 78,654-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 694 പോയിന്റ് നഷ്ടത്തിൽ 24,022-ലുമാണ് വ്യാപാരം തുടരുന്നത്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 6,470 രൂപയും പവന് 51,760 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ഉൾപ്പെടെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട 5 കുടുംബങ്ങൾക്ക് തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് വീട് നിർമ്മിച്ചു നൽകും. ഏത് സാഹചര്യത്തിലും ഉപയോഗത്തിനാവശ്യമായ ഒരു സ്ഥിരം ഷെൽട്ടർ വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥലം ലഭിക്കുന്ന മുറയ്ക്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകുമെന്നും തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP വനജ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ മഴക്കെടുതികളുണ്ടായ പ്രദേശങ്ങളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ വിദഗ്ധ സംഘം സന്ദർശനം നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കോളയാട്, കണിച്ചാർ, കേളകം പഞ്ചായത്തുകളിലാണ് വിദഗ്ധ സംഘം സന്ദർശനം നടത്തിയത്. നെടുമ്പൊയിൽ മാനന്തവാടി ചുരം റോഡിൽ ഇടിഞ്ഞുതാണ ഭാഗവും സംഘം പരിശോധിച്ചു. കോളയാട് പഞ്ചായത്തിലെ 1-ാം വാർഡിൽ പ്രവർത്തനരഹിതമായി കിടക്കുന്ന ക്വാറിയുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ചതിന് ശേഷം പ്രദേശവാസികളുമായി സംഘം ചർച്ച നടത്തി. ക്വാറിയുമായി ബന്ധപ്പെട്ട് ഉടനടി സ്വീകരിക്കേണ്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശവും നൽകി. റോഡുകൾക്കും വീടുകൾക്കും വിള്ളലുണ്ടായ സ്ഥലവും പരിശോധിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സംസ്ഥാനതല സംഘം കണ്ണൂരിലെത്തിയത്. പരിശോധനാ റിപ്പോർട്ട് 3 ആഴ്ചയ്ക്കകം കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് സംഘാംഗങ്ങൾ അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. നെയ്യാറ്റിങ്കര പ്ലാവരത്തറയിൽ അനീഷിനാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇയാളുടെ സുഹൃത്ത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ദിവസങ്ങൾക്ക് മുൻപ് മരിക്കുകയും പരിശോധനയിൽ മസ്തിഷ്ക ജ്വരമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. കുളത്തിൽ കുളിച്ചതിന് ശേഷമാണ് കടുത്ത പനി തുടങ്ങിയതെന്ന വിവരം കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പ് വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. ഇതേ കുളത്തിൽ ഇറങ്ങിയവരിൽ 3 പേർക്ക് കൂടി സമാന ലക്ഷണങ്ങളുള്ളതായാണ് റിപ്പോർട്ട്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വ്യോമയാന സുരക്ഷാ വാരാചരണത്തിന് തുടക്കമായി. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെയും വ്യോമയാന മന്ത്രാലയത്തിന്റെയും നേതൃത്വത്തിലാണ് വാരാചരണം. വ്യോമയാന സുരക്ഷയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അവബോധം വർദ്ധിപ്പിക്കുക, ജാഗ്രതയും ഉത്തരവാദിത്ത ബോധവും വളർത്തിയെടുക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. പരിപാടിയുടെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ ഇന്ന് വോക്കത്തൺ സംഘടിപ്പിച്ചു. ഡോഗ് സ്ക്വാഡ് പ്രകടനങ്ങൾ, സാംസ്കാരിക സായാഹ്നങ്ങൾ, വീഡിയോ പ്രദർശനങ്ങൾ തുടങ്ങിയവയും സംഘടിപ്പിക്കുന്നുണ്ട്. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി മാധ്യമം ന്യൂസ് എഡിറ്റർ KP റജിയെയും ജനറൽ സെക്രട്ടറിയായി ജനയുഗം സീനിയർ റിപ്പോർട്ടർ സുരേഷ് എടപ്പാളിനെയും തിരഞ്ഞെടുത്തു. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി കൂടിയാണ് ശ്രീ സുരേഷ്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഫിജിയിലെത്തി. വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ തെരച്ചിൽ ഊർജിതം. തെരച്ചിൽ പുരോഗതി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഓൺലൈനായി യോഗം ചേർന്നു. ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിലെ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നാളെ വയനാട്ടിലെത്തും. പാരീസ് ഒളിമ്പിക്സിലെ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ വെങ്കല മെഡൽ ലക്ഷ്യമിട്ട് ലക്ഷ്യ സെൻ ഇന്നിറങ്ങും. ടേബിൾ ടെന്നീസ്, ഗുസ്തി മത്സരങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മാറ്റുരയ്ക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ നഷ്ടം. സെൻസെക്സിലും നിഫ്റ്റിയിലും ഇടിവ്.
തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.